കഴിഞ്ഞ 3 ദിവസമായിട്ട് അമേരിക്കയുടെ ഒരു വലിയ സ്റ്റേറ്റായ കാലിഫോർണിയയിൽ നടക്കുന്ന ഫയർ. ഇത് വൈൽഡ് ഫയർ, കാട്ടുതീ എന്ന് പറയുന്നത് പോലെ ഇത് അർബൻ ഫയറാണ് ഉണ്ടായിരിക്കുന്നത്. 160 കിലോമീറ്റർ വേഗതയിലടിക്കുന്ന കാറ്റ്, അതായത് പസഫിക് സമുദ്രത്തിൽ നിന്ന്, അതായത് ലോസ് ഏഞ്ചലസിൻ്റെ അടുത്ത് കിടക്കുന്ന മൗണ്ടെയിൻ, ലോസ് ഏഞ്ചലസിൽ തന്നെയുള്ള മൗണ്ടെയിൻസ്. ഒന്നാമത് ഹോളിവുഡ് നിങ്ങൾ കേട്ട് കാണും, അതേപോലെ സാന്റാ മൗണ്ടെയിൻസ്, അങ്ങനെ പല പല മൗണ്ടെയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ റിച്ചായിട്ട് ആൾക്കാർ താമസിക്കുക ബെവേർലി ഹിൽസ്, ഈ ഏരിയയിലെല്ലാമാണ് ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഏകദേശം 10ഓളം പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അതല്ല ശരിക്കുമുള്ള കണക്ക്. അത് നമുക്ക് ലോസ് ഏഞ്ചലസ് ടൈം പറയുന്നത് ഏകദേശം 60-ൽ പരം ആൾക്കാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മറ്റുള്ള അമേരിക്കൻ മീഡിയ അവിടുത്തെ പോലീസും അവിടുത്തെ ഷെരീഫ് എന്ന് പറയുന്ന അവിടുത്തെ പോലീസിൻ്റെ മറ്റൊരു വിഭാഗമാണ്. അവരൊക്കെ പറയുന്നത് കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ഇതേപോലൊരു തീ അവിടെ ഉണ്ടായിട്ടില്ല. ഏകദേശം 10,000 ഏക്കർ എന്ന് പറയുമ്പോൾ ഏകദേശം 35,000 ഏക്കറാണ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 10,000 വീടുകൾ കത്തി നശിച്ചു, ഓഫീസുകൾ കത്തി നശിച്ചു. ഏകദേശം 1,60,000 ആൾക്കാരെയാണ് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു വലിയ ക്രൈസിസ് തന്നെയാണ് അമേരിക്ക നേരിടുന്നത്. മറ്റൊരു കാര്യം പറയാം, ഈ കാലിഫോർണിയയിൽ നടക്കുന്ന ഈ ജാനുവരിയിൽ തന്നെ ഇവിടുത്തെ കാലിഫോർണിയ സ്റ്റേറ്റിൽ നടക്കുന്ന 3ാമത്തെ ഫയറാണ്. അതായത് തീ വരിക എന്ന് പറയുന്നത് ഈ കാലിഫോർണിയക്കാർക്കും അമേരിക്കയ്ക്കും പുത്തരിയൊന്നുമില്ല. പക്ഷേ ഇതേപോലൊരു ഫയർ കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതേപോലെ കാറ്റടിക്കും 160 km/h കാറ്റടിക്കുമ്പോൾ, അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ വീടുകളിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് അതുപോലും ഈ കാറ്റിനകത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വിക്ടർ ലോസ് ഏഞ്ചലസിൽ പോയെടുത്ത് ചില ക്ലിപ്പിങ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇട്ടുതരാം. നിങ്ങൾക്കപ്പം മനസ്സിലാകും എത്രമാത്രം സീരിയസ് ആണിതെന്ന്. അതായത് അദ്ദേഹം സാന്റാ മോണിക്ക ബീച്ച്, ഈ ബീച്ചിലും ഈ പറയുന്ന മൗണ്ടെയിനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ഈ തീ പിടിച്ച സ്ഥലം. കാരണം ഞാൻ അവിടെ ഏകദേശം 1.5 മാസം വിക്ടറിൻ്റെ കൂടെ താമസിച്ചാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കറങ്ങിയതാണ്. അപ്പോൾ ഈ മൗണ്ടെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഈ പറയുന്ന നമ്മളിപ്പം ന്യൂയോർക്ക് സൈഡ് മറ്റുള്ള സൈഡിലൊക്കെ സ്നോ വീണുകൊണ്ടിരിക്കും, നല്ല തണുപ്പാണ് അവിടെ. പക്ഷേ ഇവിടെയാണെങ്കിൽ അമേരിക്കയിൽ അല്പം തണുപ്പ് കുറഞ്ഞ സ്ഥലമാണ്. ഏകദേശം 18, 19, 20 ആ ഒരു ടെമ്പറേച്ചറാണ് ഇപ്പോഴാണ് ഈ പറയുന്ന സ്ഥലം. പക്ഷേ പസഫിക്കുമായിട്ട് ചേർന്ന് ഇരിക്കുന്ന ഭാഗത്ത് അല്പം ടെമ്പറേച്ചർ അല്പം ഡൗൺ ആണ്. അതേപോലെ തന്നെ ഈ മൗണ്ടെയിൻ ഭാഗത്ത്, അതായത് ഞാൻ താമസിച്ചിരുന്ന സാൻ ബെർണാഡിനോ, അവിടുന്ന് ഏകദേശം 50-60 മൈലാണ് ലോസ് ഏഞ്ചലസ് ഞാൻ പറഞ്ഞ സിറ്റിയിലോട്ട്. അവിടെ ഞാൻ താമസിച്ച ക്രസ്റ്റ് ലേക്ക് ഹാരോ ഹെഡ്, അതേപോലെ ബിഗ് ബയർ, ഇത് ടൂറിസ്റ്റ് ഏരിയ. അപ്പം ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ കാട്ടുതീ ഇത്ര ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയാം. എന്തുകൊണ്ടാണ് ആൾക്കാർ പെട്ടുപോകുന്ന കാര്യം. അപ്പം നമ്മളിപ്പോൾ ഹൈ റേഞ്ചിലോട്ട് പോകുന്നു വണ്ടിയെടുത്ത്, അത് നിങ്ങൾക്കറിയാം, അവിടെ വണ്ടിയിലല്ലാതെ വേറെ പരിപാടിയൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഹെയർ പിൻ ഇങ്ങനെ കയറിയാണ് വരുന്നത്. അപ്പോൾ ഈ കാറ്റും ഈ തീയും അടിച്ചു കഴിയുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് തീയും ഒരു ഭാഗത്തുനിന്ന് കാറ്റും കൂടെ കയറി അടിക്കുമ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും എല്ലാം കൂടെ തീ അങ്ങ് കയറി പിടിക്കും. അതായത് അതിനകത്ത് താമസിക്കുന്നവർക്ക് പുറത്തു പോകാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡെത്ത് ടോൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ ടെറൈൻ മനസ്സിലാക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം അതേപോലെ ഈ മൗണ്ടെയിൻ ഏരിയ എന്ന് പറയുന്നത് അവിടെ നല്ല റോഡുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ തീ വന്നു കഴിഞ്ഞാൽ, അതായത് അതിനെ സർവൈവ് ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അതേപോലെ ഈസി ഒന്നുമല്ല മൗണ്ടെയിൻ എന്ന് പറയും ഈ ഭാഗത്ത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കാലിഫോർണിയ മരുഭൂമിയായിട്ടുള്ള ഏരിയയാണ്. ഇതേപോലെ വലിയ മരങ്ങളുള്ള മൗണ്ടെയിനാണ് ഇതൊക്കെ. കാരണം ഇതേപോലെ മൗണ്ടെയിനിലാണ് ഞാനും വിക്ടറും വിക്ടർ അവിടുത്തെ ലോസ് ഏഞ്ചലസ് പോലീസിൽ ജോലി ചെയ്ത ആളും കൂടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ മറ്റൊരു സംഭവം, ഈ ലോസ് ഏഞ്ചലീസ് സാൻ ബെർണാഡിനോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ തീ അണയ്ക്കാൻ വേണ്ടി അതിനൊരു പ്രത്യേക എയർപോർട്ട് തന്നെയുണ്ട്. ടാങ്കർ വിമാനങ്ങളുണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം
മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് വെള്ളമെടുക്കുന്ന ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് ഡ്രൈ ആയി. കാരണം വെള്ളമെടുത്ത് ഒഴിച്ച് സംഭവിക്കുക. അതേപോലെ തന്നെ ഹെലികോപ്റ്ററിന് പ്രോപ്പറായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവർ ഒന്നാമത് 160 കിലോമീറ്റർ ആ ഭാഗത്ത് പോയി റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യും, വെള്ളം സ്പ്രേ ചെയ്യുക എന്ന് ഭയങ്കര ഡിഫിക്കൽട്ട് ആക്ച്വലി. കാരണം ഇത് നാവിഗേഷൻ വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ എവിടെയാണ് അവർ നാവിഗേറ്റർ വെള്ളം, അതായത് സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാറ്റടിക്കുമ്പോൾ ഈ വെള്ളം അങ്ങ് മാറിപ്പോവുക. അതായത് ഓപ്പറേഷനും ഭയങ്കര ദുഷ്കരമാണ്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലിഫോർണിയയിൽ കൂടെ അതേപോലെ അവിടുന്ന് വാഷിങ്ടൺ സ്റ്റേറ്റിലോട്ടൊക്കെ ബൈ റോഡ് യാത്ര ചെയ്യും, നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ പല ഭാഗത്തും ഇതേപോലെ തീ ഇങ്ങനെ വരുന്നതും ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതും കാണാം. കാരണം അത് അമേരിക്കയിൽ ഈ പറയുന്ന വലിയ കാഴ്ചയൊന്നുമല്ല, ഇത് അവിടുത്തെ യൂഷ്വലായിട്ടുള്ള സംഭവം. പക്ഷേ ഈ തീയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഇത് ഈ കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തീയാണ് പിടിച്ചിരിക്കുന്നത്. ഏകദേശം 800 മുതൽ 900 ബില്യൺ അതിൻ്റെ നഷ്ടമാണ് ഉണ്ടായെന്ന് പറയും. ചിലപ്പോൾ അവിടുത്തെ ഇൻഷുറൻസ് കമ്പനിക്ക് വലിയ പ്രശ്നമായ, കാരണം പല മീഡിയയും പറയുന്നത് വലിയൊരു ശതമാനം ആൾക്കാർക്കും ഇതിനകത്ത് അവരുടെ എല്ലാ സാധനങ്ങളും കത്തിപ്പോയെങ്കിൽ തന്നെ കാരണം ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്യും. പക്ഷേ അതില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് പറയുന്നത്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് എല്ലാ കാര്യത്തിലും ഫെഡറൽ ഗവൺമെൻറ് കൂടെ ഉണ്ടായിരിക്കും. അതാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ ഇൻഷുറൻസ് കമ്പനികൾ അതായത് ഒരു ഡേഞ്ചർ സോണിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് ആ രീതിയിൽ പോകാൻ സമ്മതിക്കില്ല. അവരതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് അതായത് ബൗൺസ് ബാക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യമുണ്ട്. ചില ആൾക്കാർ എൻ്റെ പല വീഡിയോയിലും വന്ന് താഴെ ഇങ്ങനെ അമേരിക്ക ഇങ്ങനെ തീ കത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അമേരിക്ക എന്ന് പറയുന്നത് പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യും. അവർക്ക് ഈ തീയൊന്നും പ്രശ്നമില്ല. പക്ഷേ വലിയൊരു ഹ്യൂജായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ കത്തി നശിക്കും. അത് തിരിച്ചു വരാൻ വേണ്ടി അല്പം സമയമെടുക്കുന്ന എന്നല്ലാതെ അവർക്കിതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. അവർ പൂർണ്ണമായിട്ട് അത് ബൗൺസ് ബാക്ക് ചെയ്യും. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രശ്നം ഞാൻ കാണുന്നത്, ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടത് അതവർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഭവം. അപ്പം സാന്റാ മോണിക്ക ബീച്ചിലെ ആ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത്രയും സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ വിക്ടർ, അതായത് എൻ്റെ സുഹൃത്ത്, അതുവഴി നടക്കുമ്പോൾ അവിടെ ആൾക്കാരൊക്കെ പാട്ട് പാടി ഇങ്ങനെ പോവാണ്. കാരണം ആൾക്കാർക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമല്ല, അത് അവരുടെ ലൈഫിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇത്രയും സംഭവം ഉണ്ടായിട്ട്, കാരണം അതിഭീകരമായ രീതിയിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അണയ്ക്കാനും അവിടുത്തെ വെതർ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഒരു ഭാഗത്ത് നല്ല കാറ്റാണ്. ഏകദേശം 48 മണിക്കൂർ കൊണ്ട് എൻ്റെ സുഹൃത്ത് താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടെ, അതായത് സാൻ ബെർണാഡിനോ അതേപോലെ പല സിറ്റികളിലും പല ഭാഗത്തും പല മൗണ്ടൻ ഏരിയയിൽ കറണ്ടില്ല. അതായത് അത് എല്ലാ രീതിയിലും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഇന്ന് റെസ്ക്യൂവും അങ്ങനെയുള്ള സംഭവം, ആഹാരത്തിൻ്റെ വിതരണം ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നു. ജനങ്ങളോട് പറഞ്ഞ് ടാപ്പിലെ വെള്ളം കുടിക്കരുത്, കാരണം അത് കണ്ടാമിനേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടി അവിടെ കെമിക്കൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ മിക്സ് ചെയ്യാനുള്ള സാധ്യത അതുകൊണ്ട് ഈ പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ പാർക്കിൽ മൃഗങ്ങളെല്ലാം ചത്തുപോയി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം വീണ്ടും ഞാൻ പറയുന്നു, ഒരു ദുരിതവും ഒക്കെ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കഷ്ടം തന്നെയാണ്. കാരണം അത് തിരിച്ചു വരാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭൂമികുലുക്കവും ഈ പ്രളയമൊക്കെ ഉണ്ട്. ഇന്ത്യ ഭയങ്കരമായിട്ട് തിരിച്ചു വന്നില്ലയോ? അത് ഈ ചില സുഡാപ്പികളെ മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറയുന്നത് US എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നമ്മൾ തിരിച്ചു വരും. പക്ഷേ ഈ പാകിസ്ഥാനിൽ പ്രളയം ഉണ്ടായിട്ട് 3 വർഷം പ്രളയം ഉണ്ടായിട്ട് ഇന്ന് വരെ അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയൊന്നും രാജ്യമല്ല ഇന്ത്യ ആണെങ്കിലും US ആണെങ്കിലും. കാരണം അവർക്കറിയത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അവർക്കൊക്കെ അറിയാം ഇവർക്ക് എങ്ങനെ തിരിച്ചു വരാം. കാരണം മരണം തിരിച്ചു വരാൻ പറ്റത്തില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ മാത്രമുള്ള കൺസേൺ അവിടെയേ ഉള്ളൂ. അല്ല, അവർക്ക് ഇത്ര പണം പോയി, ഇത്ര നഷ്ടമായി, ഇതൊന്നും അവർ ഒരു വിലയും കൊടുക്കുന്നില്ല. അവർക്ക് ഇത്ര പേര് കൊല്ലപ്പെട്ടു, അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതുപോലെ ഫയർ ഫൈറ്റേഴ്സിനെ പൂർണ്ണമായിട്ടും ഇതേപോലെ പ്രതികൂല കാലാവസ്ഥയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ ആ രാജ്യത്തെ ഭരണത്തലവന്മാർക്ക്. അല്ലാതെ ഇത്ര കോടി രൂപ നഷ്ടപ്പെട്ടു, 35,000 ഏക്കർ കത്തി നശിച്ചു, അതൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരും.
അതിന് വലിയ താമസമൊന്നും എടുക്കത്തൊന്നുമില്ല. അതാണ് ഈ രാജ്യത്തിൻ്റെയൊക്കെ പ്രത്യേകത. അവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവർക്കറിയാം എങ്ങനെ തിരിച്ചു വരണം. നിങ്ങൾ കേട്ട് കാണും സ്പാനിഷ് ഫ്ലൂ, അമേരിക്ക ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തൊരു ഒരു പാൻഡമിക്കായിരുന്നു, ഒരു തിരിച്ചു വന്നില്ലേ? അതേപോലെ തന്നെ കൊറോണ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച അമേരിക്ക, അത് തിരിച്ചു വന്നില്ലേ? അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സുഡൂസൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്നെ കളിയാക്കി എൻ്റെ പല വീഡിയോയുടെ താഴെ ഇട്ടവർക്ക് നിങ്ങൾക്ക് ഈ രാജ്യത്തെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതേപോലെയൊക്കെ കളിയാക്കുന്നത്. കാരണം മനസ്സിലാക്കി ഇതിനൊക്കെ ബേസുള്ള രാജ്യമാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഏത് ക്രൈസിസ് അവർ ഓവർകം ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു തിരിച്ചു വരും. അത് അമേരിക്ക പല ആവർത്തി കാണിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം പല ആവർത്തി അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്തിന് എന്താണ് ഇന്ത്യ എന്നത്. സുഹൃത്തുക്കളെ, അതിഭയാനകമായ സ്ഥിതിവിശേഷമാണ് ലോസ് ഏഞ്ചലസിൽ നിലനിൽക്കുന്നത്. നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. ഞാൻ ഈ നഗരത്തിൽ 15 വർഷം ജീവിച്ചു. ഇവിടെ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്തു. കത്തുകയാണ്. നമുക്കറിയാം, പുക പടലങ്ങളാണ്, ആക്റ്റീവ് ഫയർ, ആകാശം പോലും കാണാൻ പറ്റുന്നില്ല, സൂര്യനെ മറച്ചിരിക്കുകയാണ്. സാന്റാമോണിക്ക, ബിവർലി ഹിൽസ്, ബ്രന്റ്വുഡ്, ലോസ് ഏഞ്ചൽസിന്റെ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളെല്ലാം കത്തി അവിടുന്ന് ഇവാക്യുവേഷൻ ഓർഡേഴ്സ് ആണ്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ലോസ് ഏഞ്ചൽസിൽ നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സാന്റാമോണിക്ക പിയറിന്റെ മുകളിൽ നിന്നാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കെട്ടിടങ്ങൾ, നമുക്കറിയാം സിനിമ പ്രവർത്തകര്, സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കള്, സെലിബ്രിറ്റികൾ, അവരുടെയൊക്കെ വീടുകൾ മില്യൺ ഡോളേഴ്സ്. ഇതുവരെ ഈ നഗരം കാണാത്ത രീതിയിലുള്ള തീയാണ്. ഈ കാറ്റ് അതിന് ആക്കം കൂട്ടുന്നു, ഈ തീയുടെ ആക്കം കൂട്ടുന്നു. അവിടെ നിന്നും നിങ്ങൾക്ക് കാണാം ആക്റ്റീവ് ഫയറുകൾ 2-3 എനിക്ക് പിറകിലായിട്ട് കാണാം. ആക്റ്റീവ് ഫയറുകളാണ് കാണുന്നത്. തീ കെടുത്താൻ സാധിക്കുന്നില്ല. LAFD, ലോസ് ഏഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ്, LAPD, ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, LASD, ഇവരൊക്കെ ഡിപ്ലോയ് ആയിരിക്കുകയാണ്. അതുകൂടാതെ സ്റ്റേറ്റിന്റെ എമർജൻസി സർവീസസ്, ഫെഡറൽ ഗവൺമെന്റ്, എല്ലാവരും കഴിഞ്ഞ 48 മണിക്കൂർ 72 മണിക്കൂറായിട്ടും തീ കെടുത്താൻ സാധിക്കുന്നില്ല. വളരെ സമ്പന്നര് ജീവിക്കുന്ന ഈ പ്രദേശം കത്തി അമരുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കടലിന് അടുത്തായിട്ടാണ്. മാലിബു ആണ്, മാലിബു മുനമ്പായിട്ട് അവിടെ നിൽക്കുന്ന ഒരു പ്രദേശം. കാലിഫോർണിയ റൂട്ട് 1 ആണ് എനിക്ക് അടുത്തുകൂടി പോകുന്നത്. അവിടെ ആക്റ്റീവ് ഫയറുകൾ ഉണ്ട്. നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം, ആക്റ്റീവ് ഫയർ ആണ് ഈ കാണുന്നത്. കത്തുകയാണ്. അവർക്ക് തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല. ഒരു പ്രദേശമാണ് കെടുത്തി വരുമ്പോൾ മറ്റു പ്രദേശത്ത് തീ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കാണുന്ന മുനമ്പാണ് മാലിബു, ടോപ്പങ്ക കാനിയൻ. ഈ പ്രദേശം മുഴുവനും മലമ്പ്രദേശങ്ങളെല്ലാം കത്തുകയാണ്. കടലിന് സമീപമാണിത്. ആ പ്രദേശത്തേക്ക് നമ്മളെ കടത്തിവിടുമോ എന്ന് അറിയില്ല. കടത്തിവിട്ടാൽ തീർച്ചയായും ഞാൻ അവിടെ പോയി നിങ്ങളെ ഈ പ്രദേശമെല്ലാം കാണിക്കുന്നതായിരിക്കും. സാന്റാമോണിക്കയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊന്നും ജനങ്ങളില്ല. ജനങ്ങൾ തിങ്ങി വരുന്ന ഒരു ബീച്ചാണ്. എന്നിരുന്നാലും ഇവിടെ ആരും തന്നെയില്ല. നമുക്കറിയാം, പുക പടലങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നതാണ്. കഴിഞ്ഞ 72 മണിക്കൂറായിട്ട് ഇത് കത്തുകയാണ്.